കഴിഞ്ഞ 98 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വേൾഡ്സ് ലോങ്ങസ്റ്റ് റണ്ണിങ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് എന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുത്ത ഈ ഒരു എക്സ്പെരിമെൻ്റാണ് പിച്ച് ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. 1927 ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത എക്സ്പെരിമെൻറ്റ് എന്താണ് എന്ന് നമുക്ക് കാണാം. താറ് പോലെ ഇരിക്കുന്ന താറിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആണെന്ന് തോന്നുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് പിച്ച്. യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിലെ ആദ്യത്തെ ഫിസിക്സ് പ്രൊഫസറായിട്ടുള്ള തോമസ് പാർണൽ പിച്ച് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടിയുള്ള സബ്സ്റ്റൻസ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ് ഡിവൈസ് ചെയ്തു. അദ്ദേഹം ചെയ്തത് ഒരു ഗ്ലാസ് ഫണൽ, അതിൻ്റെ സ്റ്റെമ്മ് ക്ലോസ് ചെയ്തൊരു ഗ്ലാസ് ഫണലിൽ പിച്ച് ചൂടാക്കി ഒഴിച്ചു. അങ്ങനെ 3 വർഷം ആ പിച്ചിനെ സോളിഡിഫൈ ചെയ്യാൻ വിട്ടു. 1930 ഫണലിൻ്റെ സ്റ്റെമ്മ് താഴ്ന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ഗ്രാവിറ്റിയുടെ പ്രസൻസിൽ താഴേക്ക് അത് ഡ്രിപ്പ് ചെയ്ത് വരണം. അപ്പോൾ എത്ര വിസ്കോസിറ്റി കൂടുന്നോ അത്രയും കൂടുതൽ സമയം എടുത്തിട്ടായിരിക്കും താഴേക്ക് ഡ്രോപ്പായിട്ട് വീഴുന്നുണ്ടാവുക. അങ്ങനെ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ ആദ്യത്തെ ഡ്രോപ്പ് താഴേക്ക് വീഴാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു എന്ന് ഗസ് ചെയ്യാൻ പറ്റും? 8 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ ഒരു ഡ്രോപ്പ് താഴെ വീഴുന്നത്. 1930 തുടങ്ങി 2025 വരെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 9 ഡ്രോപ്പുകൾ മാത്രമാണ് ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ താഴേക്ക് വീണിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാം. നമുക്ക് പരിചയമുള്ളതിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വിസ്കസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിലൊന്നാണ് പിച്ച്. സോ ഈ ഒരു എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിനേക്കാൾ ഏകദേശം 200 ബില്യൺ മടങ്ങ് വിസ്കോസിറ്റി കൂടുതലായിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് പിച്ച് എന്നുള്ളതാണ്.